നമസ്കാരം കൂട്ടുകാരെ, രാജേഷ് കുമാറാണ്. കൂട്ടുകാരെ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ്. കാർ ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോ കണ്ടിരിക്കണം. ഓയിൽ മാറുന്നത് എപ്പോൾ, അലൈൻമെൻറ്റ് ചെയ്യുന്നത് എപ്പോൾ, സർവീസ് എപ്പോഴൊക്കെ ചെയ്യണം അറിയാമോ? അതായത് നമ്മളിപ്പോൾ നോർമലി ഒരു കാർ സർവീസ് ചെയ്യാൻ വേണ്ടി ചുരുക്കം എല്ലാവർക്കും കാറുണ്ട്. നമ്മളൊരു ഡീലർഷിപ്പിൽ കൊണ്ടു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ എന്തൊക്കെ മാറ്റുന്നുണ്ട് അതൊക്കെ ഒന്ന് കാണാൻ നമുക്കൊരു ആകാംക്ഷയായിരിക്കും. അല്ലെങ്കിൽ പെയിൻറ്റിങ് വർക്കിന് കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെ പ്രോഗ്രസ്സാണ് നമ്മൾ പെയിൻറ്റിങ്ങിൽ ചെയ്യുന്നത് കാണാൻ നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷേ പലർക്കത് സാധിക്കുന്നില്ല. എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ അകത്തോട്ട് പ്രവേശനം ഇല്ല. ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾക്ക് സർവീസിനെ കുറിച്ചോ ക്ലൈമിനെ കുറിച്ചോ എന്ത് ഡൗട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ ചോദിക്കാം. അതിൻ്റെ ഒരു 16 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ രണ്ടാമത്, നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങളെ വണ്ടി സർവീസ് ചെയ്യുന്ന കാണാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പെയിൻറ്റ് കാര്യങ്ങൾ ചെയ്യുന്നത് കാണാനുള്ളൊരു ഓപ്ഷനുണ്ട്. പെയിൻറ്റ് ചെയ്യണമെങ്കിൽ എന്തറിയാമോ? നമ്മൾ നോർമലി ഒരു ഡോർ സ്ക്രാച്ചായി വന്നിട്ട് ചുമ്മാ പെയിൻറ്റ് ചെയ്യുന്നില്ല. 3-4 പ്രോസസ്സിംഗ് ഉണ്ട്. അത് നിങ്ങൾക്ക് കാണാനും എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാനും നിങ്ങൾക്കൊരു അവസരമുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ഡോറ് നമുക്കൊരു 1000 രൂപയ്ക്ക് അടിക്കാം, 2000 രൂപയ്ക്ക് അടിക്കാം, 3000 രൂപയ്ക്ക് അടിക്കാം, 5000 രൂപയ്ക്ക് വരെ അടിക്കാം. അത് പല ക്വാളിറ്റിയാണ് പെയിൻറ്റിങ്ങിന്. അപ്പോൾ നമ്മൾ നോർമലി സാധാരണ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ എവിടെ വില കുറച്ച് കിട്ടുമോ അവിടെ നമ്മൾ കൊണ്ടുകൊടുക്കും. പക്ഷേ അത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം എന്ന് വെച്ചാൽ ഒരു 1-2 ആഴ്ചത്തേക്ക് പെയിൻറ്റിങ്ങിന് വേറെ കുഴപ്പം, ഗ്ലേസിങ്ങും കാര്യങ്ങളും ഒരു വ്യത്യാസം ഉണ്ടാകത്തില്ല. പക്ഷേ അത് കഴിയുമ്പോൾ പൊരിഞ്ഞിളവാൻ തുടങ്ങും, തുരുമ്പുണ്ടാവും, കളർ ഫെയ്ഡ് ഉണ്ടാവും, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. അപ്പോൾ നമ്മൾ ലൈവായിട്ട് നിങ്ങൾക്ക് സർവീസ് ചെയ്യുന്നത് കാണാം, പെയിൻറ്റ് ചെയ്യുന്നത് കാണാം. അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻ ഇന്നിവിടെ അവൈലബിൾ ആണ്. പിന്നെ പെയിൻറ്റിങ് ഫ്രീ ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും? എന്തുകൊണ്ട് ഇവിടെ ലോക്കൽ വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ബാക്കിയുള്ള വർക്ക്ഷോപ്പുകളോട് കൂടുന്നു? വണ്ടികൾ നമുക്ക് ശരിക്കും നിരത്ത് ഡെയിലി ഒരുപാട് വണ്ടികൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് വണ്ടിയെ സംബന്ധിച്ചുള്ള എന്ത് ഡൗട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. രണ്ടാമത്, നമ്മൾ ഒരു വണ്ടി ആക്സിഡൻ്റ് അല്ലെങ്കിൽ തട്ടി, ബൈക്ക് തട്ടി, അങ്ങനത്തെ ഒരുപാട് ആക്സിഡൻറ്റ്, പലവിധ ആക്സിഡൻറ്റ് കേസുകളുണ്ട്. അത് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഓരോരോ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ടൈം കിട്ടുമ്പോൾ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് ധൈര്യത്തോടെ വണ്ടി ഓടിക്കാനുള്ളൊരു അവസരം അല്ലെങ്കിൽ ഒരു ധൈര്യം നമുക്ക് കിട്ടും. അതായത് നമ്മളിപ്പം ഒരു വണ്ടി തട്ടി ഇപ്പോൾ ഡീലർഷിപ്പിൽ കൊണ്ടുപോകുന്ന സമയത്ത് RC ബുക്ക്, ഇൻഷുറൻസ് ലൈസൻസ് 3 ഒറിജിനൽ മസ്റ്റായിട്ടും കൊണ്ടുപോകണം. പിന്നെ ചില ഇൻഷുറൻസ് കമ്പനി ആധാർ, പാൻ കാർഡൊക്കെ ചോദിക്കും. അതിൻ്റെ കോപ്പി നിങ്ങൾക്ക് കൊടുത്താൽ മതിയാവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് വണ്ടി സർവീസ് ചെയ്യണം, പെയിൻറ്റ് ചെയ്യണം, എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നെ വിളിക്കാം. 24 hours എൻ്റെ മൊബൈൽ ആക്റ്റീവായിരിക്കും. എൻ്റെ പേര് രാജേഷ് എന്നാണ്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്കറിയാവുന്ന ഹെൽപ്പ് കാര്യങ്ങളും ഞാൻ ചെയ്തു തരാം. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഇവിടെ ഇന്ന സ്ഥലത്ത് പെയിൻറ്റ് ചെയ്യേണ്ട എന്തൊക്കെ ഗുണങ്ങളുണ്ട് അതിൻ്റെ ഒരു നേട്ടം കൂടെ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ എന്നെ പേഴ്സണലായിട്ട് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.